ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ദേവയാനീനെ കാണാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. അപ്പൊ ദേവയാനീനെ കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നയനെ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം എന്നൊക്കെ ഓർത്താണ് വരുന്നത്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദുവിന് സംസാരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വരുന്നത്. ഹോസ്പിറ്റലിലാണല്ലോ എന്ന് ഓർത്തിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ അനിയെ കാണുന്നു. അങ്ങനെ അനി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇന്ന് കണ്ടതല്ലേ. അപ്പൊ ഇനിയിപ്പോ നാളെ കാണാൻ പോകുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ്. അങ്ങനെ അനി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അനാമികയാണ് കേട്ടോ. അങ്ങനെ ഇവര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. ഒഴിഞ്ഞു മാറിയൊന്നും നടക്കരുത് നന്ദു, നീ എന്തിനാണ് ഒഴിഞ്ഞു മാറി നടക്കുന്നത്? എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഓർത്തോണ്ട് നിനക്ക് ഒഴിഞ്ഞു മാറി നടക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, അപ്പൊ ഫ്രണ്ട്സുകളോടൊക്കെ കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയല്ല, അനി ഇപ്പൊ പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം അനിയുടെ ഭാര്യ പറയുന്നത് കേട്ടാ ഇനി അനി ജീവിക്കേണ്ടത്. അനിയുടെ ഭാര്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അനി ജീവിക്കേണ്ടത്. അനിയുടെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഞാനുമായിട്ട് കൂട്ടുകൂടുന്ന ഒന്നും ഇഷ്ടമല്ല. അപ്പൊ നമുക്കിടയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം, അതുപോലെ തന്നെ ഇപ്പൊ പലവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നത് നല്ലതല്ല. അത് എന്നേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് അനിക്കാണെന്ന് പറയുമ്പോൾ ഇനി എന്ത് ദോഷമാണ്, എനിക്ക് മൊത്തം ദോഷം വന്ന് കിടക്കുകയല്ലേ. ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ അന്ന് ഈ കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പം എൻ്റെ കൂടെ അനാമിക കാണില്ലായിരുന്നു, എൻ്റെ കൂടെ നന്ദു നീയെ കാണുകയുള്ളായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നേനെ, ഞാനിപ്പം ഒരു കുടുംബജീവിതം നയിച്ചേനെ. പക്ഷെ ഇപ്പം കയറി വന്നിരിക്കുന്നത് എൻ്റെ കുടുംബത്തിന്, അനന്തപുരി തറവാട്ടിന് ബാധ്യതയായിട്ട് ഒരാൾ തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം നമ്മുടെ അനാമികയുടെ കുറ്റം തന്നെയാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തില്. അപ്പോഴാണ് അനാമിക വരുന്നത്. അനാമിക വന്നതും രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. പിന്നെ പറയാനുണ്ടോ, ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുന്ന അനാമികയാണ്. അനാമിക ഇങ്ങ് സ്പീഡിൽ വന്നിട്ട് ഓഹോ, അപ്പം ഇവിടെ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് വല്യമ്മയ്ക്ക് കൂട്ടിരിക്കാനാന്ന് പറഞ്ഞ് വന്നിട്ട് നീ ഇവളെ വിളിച്ചു വരുത്താനായിരുന്നല്ലേ. എന്ത് ചീപ്പ് പരിപാടിയാടാ നീ കാണിക്കുന്നത്. പഴയ കാമുകിയെ വിളിച്ചു വരുത്തുന്നു ഹോസ്പിറ്റലില്, ഇതുപോലെ തരം താഴ്ന്നു പോയല്ലോടാ നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയുടെ നേരെ ഇങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അതിലേക്കൂടെ പോകുമ്പോൾ നോക്കിക്കൊണ്ട് പോകും. അപ്പൊ അനി പറയുന്നുണ്ട്, അനാമിക എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ശബ്ദം താഴ്ത്തി നീ സംസാരിക്കും, നീ എന്തിനെ എടുത്തു പിടിച്ചിങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയതൊന്നും അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അല്ല ഇവള് വന്നത് വല്യമ്മേനെ കാണാനാ. വല്യമ്മേനെ കാണാനാ ഇവള് വന്നതല്ലേ, ഹോസ്പിറ്റലിൽ വല്യമ്മേനെ കാണാൻ ഇവള് വന്നതെന്ന്. അതും കറക്റ്റ് ഇവിടെ ആദർശേട്ടനും നയനയും പോയ സമയം നോക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ചേച്ചി ഇവളെ വിളിച്ചു വരുത്തിയതായിരിക്കും, ഇവളുടെ ചേച്ചി ആയിരിക്കും വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ അവിടെ ആരുമില്ല, അനി മാത്രമേ ഉള്ളൂ, നീ പൊക്കോ, നീ പോയി ചാക്കിലാക്കിക്കോളാം പറഞ്ഞു കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് ദേഷ്യം വന്നിട്ടോ. നന്ദു പറഞ്ഞു, അനാമികെ, കാണുന്നതിനും കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഒരിക്കലും ഞാൻ മനസ്സാൽ അറിയാത്ത കാര്യം നീ പറയുന്നത്. ഞാൻ മാത്രമല്ല, അനിയും അറിഞ്ഞിട്ടില്ല. ഞാന് എൻ്റെ നയനേച്ചിയെയും അതുപോലെ തന്നെ ബന്ധുക്കളല്ലേ എന്നുള്ള പേരില് നയനേച്ചിയുടെ അമ്മായിയമ്മേനെ കാണാനാ വന്നത്. അതുകൊണ്ട് നീ കൂടുതൽ അതിൽ ഇടപെടാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരരുത് എന്ന് പറഞ്ഞ് വിലക്കാനായിട്ടും ഇത് നിന്റെ വകയല്ലല്ലോ ഈ ഹോസ്പിറ്റല്, ആണോ? അതോ നിന്റെ അച്ഛൻ തീരെഴുതി ആർക്കെങ്കിലും കൊടുത്തതാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സൂക്ഷിച്ചും കണ്ടും സംസാരിച്ചോളെന്ന് പറഞ്ഞപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെ ഞാൻ സംസാരിക്കുന്നത്, നോക്കിക്കോ. ഈ കാര്യം ഞാൻ ചെന്ന് പറയുന്നുണ്ട്, ഈ കാര്യം ഞാൻ വല്യമ്മയോടും അമ്മയോടും അതുപോലെ എല്ലാവരോടും ചെന്ന് പറയുന്നുണ്ട്. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്, ഞാൻ അറിഞ്ഞില്ലടാ നീ ഇത്ര വൃത്തികെട്ടവനായിരുന്നെന്നും നീ ഇത്ര ചീപ്പായിരുന്നെന്നും. അവിഹിതം തുടരാൻ തന്നെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ തുടർന്നോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അനാമിക ദേഷ്യം വന്നിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, ഇത് കണ്ടിട്ട് നന്ദു നീ പേടിക്കൊന്നും വേണ്ട, അവള് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്ന, അവൾ ഏത് നേരവും ഈ വക കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്റെ സ്വസ്ഥതയും സമാധാനവും ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു, എന്തിനാ നന്ദു നിന്റെ സ്വസ്ഥത നീ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ പോവാ. ഇനിയിപ്പം ഒരു കാര്യം ഓർത്തോണം, നിന്റെ ശത്രുവായിട്ട് നീ എന്നെ കാണരുത്, നിന്റെ മിത്രമായിട്ടാണ് നീ എന്നെ കാണേണ്ടത്. ഞാൻ നിന്റെ പഴയ ആ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഇവള് ഞാൻ നിന്നോട് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഒക്കെ ഇതേ സ്വഭാവമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
വിധിച്ചതല്ലേ കിട്ടൂ, പിന്നെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, സഹിക്കിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അനി അങ്ങ് പോയി വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ നന്ദു നിൽക്കുകയാണ്. ആ സമയത്ത് വരണ്ടായിരുന്നു എന്ന് നന്ദുവിന് തോന്നിപ്പോയി കാണും കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീടാണ്, അനന്തപുരിയാണ്. അനന്തപുരിയിൽ നയനയും ആദർശും കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആകാൻ വേണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ ഇവർ വന്ന ഉടനെ തന്നെ എങ്ങനെയുണ്ട്, ഭേദമായോ ദേവയാനിക്ക്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, അല്ല ബ്ലഡൊക്കെ കിട്ടിയെന്ന് കേട്ടു, ആരാ ബ്ലഡ് തരാൻ തയ്യാറായത്, റെയർ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് കുറച്ച് പാടുപെട്ട് കാണുമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് ആദർശ് പറഞ്ഞത്, അത് പിന്നെ കുറച്ച് പാടൊക്കെ പെട്ടു, പക്ഷേ ബ്ലഡ് അന്വേഷിച്ച് നമുക്ക് പുറത്തു പോകേണ്ടി വന്നില്ല മുത്തച്ഛ, ബ്ലഡ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് ഉണ്ടായിരുന്നു, അത് അനാമികയ്ക്കല്ലേ, അനാമിക അത് കൊടുക്കില്ലെന്നോ, അനാമികയ്ക്ക് അതിന് താല്പര്യമില്ലെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അതൊക്കെ ശരിയാ, അനാമികയോട് ബ്ലഡിന്റെ കാര്യം ചോദിച്ചിരുന്നു, അവളുടെ വല്യമ്മേനെ ഭയങ്കര സ്നേഹമല്ലേ എൻ്റെ അമ്മേനെ, എന്നിട്ട് അവള് ബ്ലഡ് പോലും കൊടുത്തില്ല, പോട്ടെ അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഇപ്പം ബ്ലഡ് കൊടുത്തത് ആരാന്ന് അറിയാമോ മുത്തച്ഛന്, അതാരാ, നമ്മൾ അറിയുന്നവരും വല്ലതും ആണോ? മുത്തച്ഛന്റെ കൺമുമ്പിൽ തന്നെ നിൽപ്പുണ്ട്, ദേ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ. അപ്പം നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണോ? അതെ മുത്തച്ഛ, അല്ലെങ്കിൽ പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ? ഏതായാലും ഇതൊക്കെ ഈശ്വരന്റെ ഓരോ നിശ്ചയമെന്ന് കരുതിയാൽ മതിയേ. ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കെങ്കിലും ഇവളോടുള്ള ആ ഒരു ഇഷ്ടക്കുറവും പരിഭവവും പരാതിയൊക്കെ മാറി മരുമകളെ സ്വന്തം മരുമകളായിട്ട് അംഗീകരിച്ചാൽ മതിയായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഹേയ് അതൊന്നും ഉടനെ നടക്കുന്നു തോന്നുന്നില്ല, ഇപ്പോഴും അമ്മ ഭയങ്കര ദേഷ്യത്തിലാ, അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല നയന ബ്ലഡ് കൊടുത്തതെന്ന്. നയന പറയണ്ടെന്നാ പറയുന്നത്. ഒരു കണക്കിനത് ശരിയോ മുത്തശ്ശ, അങ്ങനെ പറഞ്ഞാല് ചിലപ്പം അമ്മ ആ ബ്ലഡ് സ്വീകരിച്ചില്ലെന്ന് വന്നേനെ, ഇതിപ്പോ പറയാത്തത് കൊണ്ടാണല്ലോ സ്വീകരിച്ചത്, ഇനിയിപ്പം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചാലും അമ്മയുടെ സ്വഭാവം അനുസരിച്ച് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, അവളുടെ ബ്ലഡാണ് ആ ശരീരത്തിലൂടെ ഓടുന്നതെന്ന് അറിഞ്ഞാല് ചിലപ്പം അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിൽ ആക്കിയേക്കാം, അതുകൊണ്ട് വേണ്ട, അതിന്റെ ഒന്നും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നയന പറയുന്നത് ശരിയാണ്, വേണ്ട ഇപ്പൊ തൽക്കാലം അറിയണ്ട, ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്, എടുത്തു ചാടി എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പതിയെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഈ വിഷം കൊടുത്തത് ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, വിഷം കൊടുത്തത് ആരാന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല, ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇത് അമ്മയ്ക്ക് ഒരുക്കി വെച്ച വിഷമല്ല, ഇത് നവ്യയ്ക്ക് വേണ്ടി ആരോ കരുതി വെച്ചതാണ്, നവ്യ കുടിക്കാനെടുത്ത പാലിലാണ് ആ വിഷം കലർത്തിയിരിക്കുന്നത്, ആ പാല് മാറിപ്പോയതാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ, ഈ വീട്ടിലുള്ളവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൂർത്തിയും പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ വീട്ടിലുള്ളവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, വയസ്സാം കാലത്ത് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നാ തോന്നുന്നത്, വല്ല കാശിക്കോ മറ്റും തീർത്ഥാടനത്തിന് പോകാന്ന് ഞാനും വസന്തരയും തീരുമാനിച്ചിരിക്കുകയായിരുന്നു, ഇവിടെ നിന്നിങ്ങനെ തല്ലുന്നതിന് ഭേദമല്ലേ എന്ന് പറഞ്ഞപ്പം നയന പറഞ്ഞു, അയ്യോ മുത്തച്ഛ അങ്ങനെയൊന്നും പറയരുത്, ദേ ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇനിയിപ്പം ആരാണ് വിഷം കൊടുത്തതെങ്കിലും അവരെ നമ്മൾ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതിൽ മുത്തച്ഛൻ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു, അനാമിക ചില്ലറക്കാരിയല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, കാരണം ആ ഒരു ബ്ലഡിന്റെ കാര്യം വന്നപ്പോഴാണ് സത്യത്തിൽ അവളുടെ യഥാർത്ഥ തനി സ്വരൂപം ഞാൻ മനസ്സിലാക്കിയത്, അമ്മയോടുള്ള സ്നേഹം വെറും കപട സ്നേഹമാണെന്നും എനിക്കറിയാം, അവള് കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ്, അവളുടെ കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം ആദർശേട്ടാ, പക്ഷെ അവൾ കൂടുതൽ തല ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഏതെങ്കിലും മൂലയ്ക്ക് അടിച്ചു കൂട്ടിയിടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, അത് ഞാൻ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടും അല്ല, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്തിരിക്കുമെന്നും പറയാണ്. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ അനാമിക രണ്ടും കൽപ്പിച്ച് തുള്ളി കൽപ്പിച്ച് വരുന്നുണ്ട്, അവിടെ അനിയും നന്ദുവും കൂടി തമ്മിൽ അവിഹിതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഇനി അതായിരിക്കാം അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കുന്നത്, കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും നമ്മുടെ ദേവയാനി തിരിച്ചു വീട്ടിലെത്തും, ഇനിയും ഈ ഒരു ശ്രമം തുടരുക തന്നെ ചെയ്യും, നമ്മുടെ നവ്യനെ അപകടപ്പെടുത്താൻ നോക്കുമായിരിക്കുമല്ലോ, കാരണം ഇനിയിപ്പം അനാമികയും രേവതിയും അപകടപ്പെടുത്തിയില്ലെങ്കിലും ഇവിടെ വേറെ രണ്ടുപേരുണ്ടല്ലോ, ജലജയും അഭിയും, അപ്പം അവരും അപകടപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മുത്തച്ഛന്റെ ആ ഒരു എന്താ പറയുക, മുത്തച്ഛനെ ഒത്തിരി കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും നമ്മുടെ അനാമികനെ, അതുകൊണ്ട് തന്നെ മുത്തച്ഛന് നമ്മുടെ നയനെ അവിടെ ഇല്ലാത്ത സമയത്ത് മരുന്ന് മാറി കൊടുക്കാനുള്ള ഒരു ശ്രമവും, അങ്ങനെ മുത്തച്ഛനെ കൊന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്, കാരണം മുത്തച്ഛൻ ഇരിക്കുമ്പോൾ നയനെ തൊട്ട് കളിക്കാൻ പറ്റില്ല എന്ന് അനാമികയും രേവതിയും മനസ്സിലാക്കാൻ പോവാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ
അങ്ങനെയുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ അറിയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നിങ്ങളിൽ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമ്മൾ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും സബ്സ്ക്രൈബിലൂടെയും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.